വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഓരോ ബറാത്തിരാവ് വരുമ്പോഴും കണ്ണീരോടുകൂടി കഴിയുന്ന ഒരു കുടുംബമുണ്ട്, ആലിക്കാക്കയും ഖദീസാത്തയും. ഇവർക്കൊരു മകളുടെ സൈഫുന്നിസ എന്ന പേരുടെ ഒരു മോള്. നല്ല കുട്ടിയായിരുന്നു, നല്ല അറിവുള്ള, നല്ല മതപരമായിട്ട് സ്നേഹമുള്ളൊരു കുട്ടി. ഇവർ ഓരോ ഷാബാൻ 15 വരുമ്പോഴും വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് എല്ലാവരും കൂടി 3 യാസീൻ ഓതി ഷാബാൻ 15 എന്തൊക്കെ രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്ത് ശീലമുള്ള ഒരു കുടുംബം. ആദ്യം തന്നെ അസറാകുമ്പോൾ തന്നെ ചീരിനുണ്ടാക്കി കുറച്ച് പള്ളിയിൽ കൊണ്ടു കൊടുക്കും, കുറച്ച് അടുത്തടുത്തുള്ള വീടുകളിൽ കൊണ്ടാക്കും. ഈ ഒരു ശീലമായിരുന്നു ഈ ആലിക്കാക്കാൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഇവരെ ലൈഫാകെ മാറിയത്. ഇവൾ വിവാഹം കഴിച്ചിട്ട് അത്യാവശ്യം ഇവർ നോക്കിയിരുന്നത് ഇവരെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു കുടുംബമായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് അതുപോലത്തെ ഒരു കുടുംബത്തേക്ക് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് വൈകാതെ തന്നെ ഇവർ ഖത്തറിൽ സെറ്റിലായി. ഖത്തറിലൊക്കെ സെറ്റിലായതിനു ശേഷമാണ് സൈഫുന്നിസയുടെ വിശ്വാസ രീതികളൊക്കെ മാറിയത്. ഇവർ ഓരോ ബറാത്തിരാവ് വരുമ്പോഴും ഇവൾ ചോദിക്കും, എന്തിനാണ് ഇപ്പം നമ്മൾ ഈ 3 യാസീൻ ഓതുന്നത്? 3 യാസീൻ ഓതണം എന്നുള്ളത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ്. ആലിക്കാക്ക് വലിയ വിവരമൊന്നുമില്ല. അതിങ്ങനെ പാരമ്പര്യമായിട്ട് എല്ലാവരും ബറാത്തിരാവിന് 3 യാസീൻ ഓതലുണ്ട്. ഒന്ന് നമ്മുടെ റിസ്ക്കിന് വേണ്ടിയിട്ട്, പിന്നെ ദീർഘായുസിന് വേണ്ടിയിട്ട്, പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണപ്പെട്ടവർക്ക് പോയ പിന്നെ മഗഫിറത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആര് ഏത് കിതാബിലുണ്ട് നോക്കിയിട്ടല്ല, ഇത് ഉസ്താദുമാർ ചെയ്യുന്നുണ്ട്, നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ച് എന്തിനാണ് ഈ ചീരിനി ഉണ്ടാക്കുന്നത്? നാട്ടിലിപ്പോൾ എവിടെ പഴംപൊരി കിട്ടാത്തത്, എവിടെ ഉണ്ണിയപ്പം ഇല്ലാത്തത്, ഏത് കടയിൽ പോലും കിട്ടും. ഇതിപ്പോൾ റസൂലെല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പിന്നെ സൈഫുന്നിസാൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ സൈഫുന്നിസാൻ്റെ ഭർത്താവ് വീട്ടുകാരോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുകളും അല്ല. പക്ഷേ ഇവർ ഖത്തറിൽ പോയിട്ട് അവൾക്ക് കുട്ടി ഉണ്ടായത് അവിടെ നിന്നാണ്, അവരവിടെ സെറ്റിലായി. അങ്ങനെയുള്ളൊരു സൗഹൃദങ്ങളിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ ഉണ്ടായത്. ആലിക്കാക്ക് ലോകത്തൊന്നും വേണ്ട, ആ തൻ്റെ പഴയ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് കഴിഞ്ഞു പോന്നിരുന്നൊരു മകൾ, ആ മകൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കിട്ടിയപ്പോൾ ഇന്നിതാ ഈ ഒരു ഷാബാൻ 15 ദിവസമാണ്. എത്രയോ പേര് 3 യാസീൻ ഓതിയിട്ടുണ്ടാവും. 3 യാസീൻ ചീരിനുണ്ടാക്കിയ ആളുകളുണ്ടാവും. ഇന്നിപ്പോൾ നമ്മളോടുണ്ടായിരുന്നത് പഴംപൊരിയാണ്. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ചീരിനുണ്ടാക്കിയ ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കിയ ആളുകൾ എന്തായാലും സ്വന്തമായിട്ട് ഇതൊന്നും തിന്നൂല. അത് അടുത്തുള്ളൊരു 4-5 വീടുകളിലേക്കും, അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക്, അവിടെ ആളുകൾ പ്രാർത്ഥിക്കാനും മറ്റും വരുന്നുണ്ടാവും. അവർക്ക് ഭക്ഷണമായിട്ട് ചീരിനായിട്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പള്ളിയിലേക്കും കൊടുത്തയച്ച ആളുകളുണ്ടാവും. അപ്പോൾ ഇന്ന് ഓരോരുത്തരും ഉണ്ടാക്കി ചീരിന് എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ. അതാ ഇത്രയും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളോട് ഉണ്ടാക്കിയത് പഴംപൊരിയാണ്. ഓരോരുത്തരോട് ഇഷ്ടപ്പെട്ട ഓരോ നാടിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരിത് ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഇതൊക്കെ ആരുണ്ടാക്കാൻ പറഞ്ഞത്? ഇതൊക്കെ ഒരു പഴയമുള്ള ആചാരമാണ്. പണ്ടൊക്കെ ഭക്ഷണം കിട്ടാത്ത കാലത്ത് പരസ്പരം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു ആചാരം, അല്ലാതെ ഇപ്പോൾ ഒരു സുന്നത്തൊന്നുമില്ല. അതൊക്കെ ഷാബാൻ 15 നോമ്പ് തന്നെ സുന്നത്തില്ല. ആ രീതിയിലേക്കായി പിന്നീട് സൈഫുന്നിസയുടെ വാദങ്ങൾ. മകളോട് പറഞ്ഞ് മത്സരിക്കാനോ മകളെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള അറിവൊന്നും ആ പാവത്തിനുണ്ടായിരുന്നില്ല. മൂപ്പര് നാട്ടിലെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചാൽ, അല്ല ഉസ്താദെ, മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത്യാവശ്യം മോള് മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. പിന്നെ അഫ്ദൽ പഠിക്കണം എന്ന് പറഞ്ഞ് 2 കൊല്ലം പ്രിലിമിനറിക്ക് പോയ കുട്ടിയാണ്. അത് അവസാനിപ്പിച്ചിട്ടാണ് പിന്നെ മറ്റു ഡിഗ്രിക്ക് ചേർന്നത്. നല്ലൊരു കുടുംബത്തിലെ കല്യാണം കഴിച്ചപ്പോൾ അതാ അവളുടെ ഭർത്താവിന് പോലും ഇത്തരം ആശയങ്ങളില്ല. ഇവളിപ്പോൾ ഈ രീതിയിലേക്ക് ഒരു പെരുന്നാൾ വന്നാൽ ഓളിപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ നിസ്കരിക്കില്ല, ഓൾക്ക് ഏതെങ്കിലും വല്ല ഈദ്ഗാഹിൽക്ക് പോകണം. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു, ഈദ്ഗാഹ് ഇപ്പോൾ ഒരു തെറ്റായ സംഗതിയല്ലേ, ഇതൊക്കെ ഒരു സുന്നത്തായ സംഗതിയല്ലേ, പിന്നെ നിങ്ങൾ അതിനൊന്നും കടുംപിടുത്തം പിടിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത് മൂപ്പർക്ക് സഹിക്കണില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഈ ഒരു ഷാബാൻ 15 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്നുള്ളതാണ്. അമ്മാടികളെ പോലും പരിഗണിച്ചിട്ട് അത്തരം ആളുകൾക്ക് പോലും പ്രാർത്ഥിക്കുകയും അവരെ പാപമോചനങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും പടച്ച റബ്ബ് കൊടുത്തൊരു അവസരമാണ് ഷാബാൻ. ചോദിച്ചാലും പടച്ച റബ്ബ് തരുന്ന, നമ്മുടെ തീരുമാനങ്ങളിൽ പടച്ച റബ്ബ് മാറ്റം വരുത്തുന്ന ഒരു ദിവസമാണ് ബറാത്ത്. അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ അതെന്തിനാവില്ല നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഹബീബായ നബി ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ജന്നത്തുൽ ബഖീഅയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ മൂപ്പര് കരുതി, റബ്ബാകെ ഒരു മകളെ എനിക്കുള്ളൂ, ആ മകള് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഈ രീതിയിലാണെങ്കിൽ അവൾ ദുആ ചെയ്യോ? ഇത്രയും നല്ലൊരു അവസരം, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം പോലെയുള്ള ഒരു പുണ്യമുള്ള രാത്രിയാണ് ഷാബാൻ 15 രാത്രി. ഇന്നത്തെ തലമുറക്ക് ഇപ്പോൾ ഇന്നൊക്കെ ഒരു പ്രണയദിനായതുകൊണ്ട് പലരും പ്രണയദിനത്തിൻ്റെ സ്റ്റാറ്റസാണ്. ഇത് ഷാബാൻ 15 വേണ്ടി പുതിയ തലമുറയ്ക്ക് ഇതിൽ താല്പര്യമില്ല. അവർ വീട്ടിൽ കൂടാനില്ല. ഞാനിപ്പോൾ എൻ്റെ മക്കളോട് പറഞ്ഞു, മഗ്‌രിബ് ആകുമ്പോഴേക്ക് എല്ലാവരും എന്തെങ്കിലും ഒരു കാശം നേരം വൈകരുത്. മഗ്‌രിബ് കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ ചെല്ലാനുള്ള ദിക്റുകളും കാര്യങ്ങളും ചെന്നിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് നല്ലൊരു ഭക്ഷണം ചീഞ്ഞൊക്കെ കഴിച്ചിട്ട് ഈ ഒരു ശീലം നമ്മുടെ മക്കൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ആ ചെറുപ്പത്തിലുള്ള ആ ശീലം വലുപ്പത്തിലുണ്ടാവും. നമ്മളൊക്കെ പ്രതീക്ഷിക്കണം. അങ്ങനെ തന്നെയാണ് ആലിക്കാക്ക വിളിച്ച് സങ്കടം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് മകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കല്യാണം കഴിച്ചൊരു 4 കാശുണ്ടായി, കുറച്ച് സ്റ്റാറ്റസ് ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇവൾക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യലായി. പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കയ്യിൽ കിതാബിൻ്റെ പേര് പോലും അറിയില്ല, മഹാന്മാരെ പേരറിയില്ല, പക്ഷെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയുണ്ട്. സൂഫിയാക്കളുടെ ലോകത്ത് ഏറ്റവും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് ഈ ഷാബാൻ 15 എന്ന് പറഞ്ഞാൽ. കാരണം
നമ്മുടെ തീരുമാനങ്ങൾക്ക് അള്ളാഹുവിന് മാറ്റം വരുത്താൻ കഴിവുള്ളതാണ് അള്ളാഹു എന്ന് പറയാം. അപ്പോൾ അള്ളാഹു പണ്ടേ നമ്മളെ റൂഹ് ഊതുന്ന സമയത്ത് ഇയാൾ ഇന്നത് ചെയ്യുന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് അത് മാറ്റാൻ കഴിയാത്ത ഒരാളാണ് അള്ളാഹു എങ്കിൽ പിന്നെ അത് അള്ളാഹു അല്ലല്ലോ. അള്ളാഹു മാറ്റാൻ തീരുമാനിക്കുന്ന ദിവസമാണ് ഈ ബറാത്ത് രാവ്. അന്ന് നമ്മൾ ദുആ ചെയ്യുക റിസ്ക്കിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത വിഭവങ്ങൾ എന്നുള്ളതാണ്, അല്ലെ റിസ്ക്കിന് ഭക്ഷണം എന്ന് മാത്രമല്ല അർത്ഥമുള്ളൂ കേട്ടോ. പലരും അങ്ങനെ കരുതിയിട്ടുള്ളത്. ഏതായാലും മാലിക്കാക്കും ഖദീജാത്താക്കും വലിയ സങ്കടമുള്ളത് മോൾക്ക് ഈ വിശ്വാസമില്ല. ഏതായാലും അവർക്കൊന്നും അവരെല്ലാ ദിവസവും മകൾക്ക് വേണ്ടി ദുആ ചെയ്യും, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യും. അവളെങ്ങാനും വിരുന്ന് വന്ന സമയത്താണ് വല്ല ഷാബാൻ 15 വന്നാൽ ഓള് പറയും ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല, ഈ കണ്ണൊക്കെ ഈനിടെ യാസീന് പകരം അൽബഖറ ഓതിക്കൂടെ, ഇപ്പോൾ 3 യാസീൻ ഓതുന്നതിന് പകരം വേണ്ട കുൽഹു അല്ലാതെ ഓതിക്കൂടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കൾ ഇന്ന് യാസീൻ ഓതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാനുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് കുടുംബമാണോ. ഗൾഫിൽ നല്ല സന്തോഷമായിട്ട് കഴിയുന്ന സമയത്താണ് അവിടെ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ, ബിസിനസ്സിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് സൈഫുന്നിസയും മോളും ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നു. ഭർത്താവ് മാത്രമേ പിന്നീട് ഗൾഫിലുണ്ടായല്ലോ. ഇവിടെ വന്നിട്ട് പിന്നെ അവർക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടി. കാരണം അവരുടെ ജീവിതത്തിൽ കുറേ പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കണം. പിന്നെ അതിനിടയ്ക്ക് രണ്ടാമത്തെ കുട്ടിയും കൂടി എന്തായി, ഗർഭിണിയായ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് ഗർഭിണിയായത്. ആദ്യം ഇവർ കരുതി അബോർഷൻ നടത്തണ്ട എന്ന് വിചാരിച്ച്, പിന്നീട് അബോർഷൻ നടത്താൻ വിചാരിച്ച്. പക്ഷെ അപ്പോഴേക്കും ഒരു ടൈം വൈകിയിരുന്നു. അങ്ങനെ ആ ഒരു പ്രസവത്തോട് കൂടിയിട്ട് ആ കുഞ്ഞും ഈ സൈഫുന്നിസയും മരണപ്പെട്ടു. ഇന്നിതാ ഒരു ഷാബാൻ 15-നാണ് അന്ന് ഈ സൈഫുന്നിസയും കുഞ്ഞും പ്രസവവും മരണപ്പെടലൊക്കെ ഉണ്ടാകുന്നത്. ഇന്ന് ആ ഒരു വീട്ടുകാർക്ക് ഏറ്റവും വലിയൊരു വേദന മകൾ മരണപ്പെട്ടു പോയൊരു ദിവസമാണ്. ഓരോ ഷാബാൻ 15 വരുമ്പോഴും അവർക്ക് ചിരിഞ്ഞുണ്ടാക്കിയിട്ട് ശീലമുള്ള ആ കുടുംബത്തിന് മകളുടെ മരണത്തിൻ്റെ ഒരു ആണ്ടാണ്. ഇന്നിതാ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അധികം പള്ളിയിലേക്ക് ചീരിഞ്ഞു കൊടുത്തയക്കുന്നു. ഈ ഷാബാൻ 15-ന് വേണ്ടിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഉണ്ടായതിൽ വളരെയധികം ആത്മസംതൃപ്തിയുണ്ട്. കാരണം അന്ന് അവർ മകൾക്ക് വേണ്ടി ദുആ ചെയ്യും. മകൾ സുഖമില്ലാതെ വന്നിട്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആലിക്കാക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു, പൊന്നു മോളെ നമുക്ക് ഈ ഷാബാൻ 15 വരുമ്പോൾ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യലുണ്ട് മോളെ, എല്ലാ കാര്യവും ശരിയാവുമെന്ന് പറയുമ്പോൾ അന്ന് മോള് അവസാനത്തെ, അത് മരിക്കണതിന് മുൻപുള്ള, ഗർഭിണിയാകുന്നതിന് മുൻപുള്ള ഒരു ഷാബാൻ 15-ന് സൈഫുന്നിസ ഉമ്മാട് പറഞ്ഞത്രേ, ഞാൻ എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ചിരുന്നു, നമുക്ക് പഴയതുപോലെയുള്ള പ്രാർത്ഥനകളും കൂടിച്ചേരലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ വല്ലാത്തൊരു മോട്ടിവേഷനാണ്, ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഷാബാൻ 15 വരുമ്പോൾ ഞാനും എന്താവും ദ്വാരക്കാനും ഇതിനൊക്കെ പ്രത്യേകമായിട്ടുണ്ടാവും, ചീരിന് ഞാനുണ്ടാക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു അവൾ. പക്ഷേ അതിനൊന്നും അവൾക്ക് ആയുസ്സുണ്ടായില്ല. അതിനിടയ്ക്ക് ഗർഭിണിയാവുന്നതും പ്രസവത്തോടു കൂടി സൈഫുന്നിസ മരണപ്പെടുന്നതും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പലരും, ജീവിച്ചിരുന്ന പലരും ഉണ്ടാവും, മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നാലിക്കാക്ക എന്നോട് വിളിച്ചിട്ട് സങ്കടം പറഞ്ഞ ഷാബാൻ 15-ആണ് മാഷ് കുറച്ച് കാര്യം എൻ്റെ കഥകളൊന്ന് കേൾക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ത് കഥകളാണ് പറയാനുള്ളത്. അപ്പോൾ ഷാബാൻ 15-ൻ്റെ വല്ല വയലാണോ എന്ന് കരുതിയിട്ട് എന്നാൽ ശരി കാക്ക പറയും, നമ്മളൊരാളുടെ നിന്ന് അറിവ് കിട്ടുകയാണെങ്കിൽ കുറക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോഴാണ് ഷാബാൻ 15 വരുമ്പോൾ നമ്മളൊക്കെ സന്തോഷം കൊണ്ട് ആനന്ദത്തിൻ്റെ ഒരു ആറാട്ടമാണെങ്കിൽ അവർക്ക് ഏറ്റവും ദുഃഖമുള്ള ഒന്നാണ്. പക്ഷേ ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഈ ദിവസമാണ് അവൾ മരണപ്പെട്ടത്, നല്ലൊരു ദിവസമാണ്. പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥന പള്ളിയിൽ കൊണ്ടെടുക്കും ചീരിനി, എന്നിട്ട് പറയും മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ കുഞ്ഞ് ഓരോ കൂടെ കുറച്ച് കാലം ഓരോ കൂടെ നിൽക്കും, കുറച്ച് ഭർത്താവിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഷാബാൻ 15. ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ഇന്നിപ്പോൾ പ്രണയദിനത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഹാപ്പിനെസ് ആയിട്ട് പോകുന്ന മക്കൾക്കിടയിൽ ഇന്നിപ്പോൾ ഷാബാൻ 15 അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഒരു ബറാത്തിന് രാവുന്ന ആൾക്കാർക്കൊരു വിഷയമല്ല. ഈ ഒരു തലമുറയോട് കൂടി അതൊക്കെ ഇല്ലാതാവും. പിന്നെ ആളുകൾ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നവരിൽ നമ്മുടെ മക്കൾ ഇല്ലാതിരിക്കട്ടെ നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് മൂപ്പർ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞതുകൊണ്ടും അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പറയും, ഞാൻ ഈ അനുഭവം ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇന്ന് ഷാബാൻ 15 ആണല്ലോ, ഇത് ഞാൻ പറയട്ടെ വെച്ചപ്പോൾ ആ മാഷങ്ങൾ പറഞ്ഞോളെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവർ പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് ആ മരണപ്പെട്ടു പോയ അവരുടെ മകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരുടെയും പല പ്രിയപ്പെട്ടവരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. ഈ ഷാബാൻ 15-ൻ്റെ ബർക്കത്തുള്ളൊരു രാവ് കൊണ്ട് അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും ഹബീബായ നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല റിസ്ക്കിന് വിശാലാവുക എന്ന് പറഞ്ഞാൽ നല്ല സാലറിയുള്ള ജോലി, നല്ല ജീവിത വിഭവങ്ങൾ, നമ്മുടെ ഓക്സിജൻ പോലും റിസ്ക്കാണ്, നമ്മൾ ശ്വസിക്കുന്നത് പോലും റിസ്ക്കാണ് എന്നാണ്. ഇതെല്ലാം അടങ്ങാൻ എല്ലാ ചിലർ കണ്ടിങ്ങനെ ഭക്ഷണം വിശാലാവുക, കുറേ തിന്നണ കേടാ. അപ്പോൾ റിസ്ക് വിശാലാവുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും വിശാലാവുക, നമ്മുടെ ജോലിയിൽ, നമ്മുടെ പഠിപ്പിൽ, അതൊക്കെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് കുട്ടികൾ പൊതുപരീക്ഷ എഴുതിയ മക്കളുടെ മദ്രസയിൽ. അതോടൊപ്പം
+2ൻ്റെയും 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ പരീക്ഷ വരാൻ പോവാണ്. മക്കൾ പഠിച്ചിട്ട് ഇതാ മോഡൽ എക്സാം തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. മക്കൾക്കൊക്കെ പഠിക്കാനും പഠിച്ചത് എഴുതാനും നല്ല മാർക്കോട് കൂടി ഹൈറായ രൂപത്തിൽ വിജയിക്കാനും നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. അതോടൊപ്പം നല്ല ജോലി ഉണ്ടാവാൻ, അങ്ങനെ ഒരുപാട് ദുന്യവിയായ ആവശ്യങ്ങളുണ്ട്, നമ്മളെ ഉഖറവിയായ ആവശ്യങ്ങൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം നമ്മൾ ദുആ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.